തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രോത്സവത്തിനെത്തിച്ച വെടിക്കെട്ട് സാമഗ്രികൾ പൊട്ടിത്തെറിച്ച് ഒരു മരണം. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. പരിക്കേറ്റ 25 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. മത്സര വെടിക്കെട്ടിനെത്തിച്ച സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചത്. അനധികൃതമായാണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചത്. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ചവർക്കും എതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പടക്കമെത്തിച്ച വാഹനത്തിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് സ്ഫോടനത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കരാറുകാരന്റെ തിരുവനന്തപുരം പോത്തൻകോട്ടെ ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തി. കരാറെടുത്ത ശാസ്തവട്ടം സ്വദേശി ആദർശ് സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ്. പോലീസ് പരിശോധനയിൽ ഗോഡൌണിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള പ്രാരംഭ നടപടികൾ റവന്യൂ വിഭാഗം ആരംഭിച്ചു. ബലക്ഷയമുണ്ടായ വീടുകളിലേക്ക് മടങ്ങരുത് എന്നാണ് നിർദ്ദേശം. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. അശ്വിൻ പാലാഴി, അജീഷ് ജയകുമാർ, വിഷ്ണു സുരേഷ്, MG പ്രതീഷ് എന്നിവരാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അജീഷ് ജയകുമാറിലേക്ക്. അജീഷ്, എത്ര പേർ എവിടെയൊക്കെ ചികിത്സയിലാണ്? എത്ര പേരുടെ നില ഗുരുതരമാണ്? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വേണു, ഈ വെടിക്കെട്ട് നടന്ന സമയത്ത് ഇത് നേരിട്ട് അപകടത്തിൽ പരിക്കേറ്റ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 6 പേര് ഈ വെടിക്കെട്ട് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തുണ്ടായിരുന്നവരാണ്. ഇതിലൊരാളാണ് മരിച്ച ഉള്ളൂർ സ്വദേശിയായ വിഷ്ണു. ഇത് കൂടാതെ 5 പേര്. ഇവരെല്ലാവരും ഈ 5 പേരും കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. മൊത്തം 25 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ചിലർ താലൂക്ക് ആശുപത്രിയിലുണ്ട്, ചിലർ ജനറൽ ആശുപത്രിയിലുണ്ട്. ബാക്കി 7 പേർ സ്വകാര്യ ആശുപത്രികളിലാണുള്ളത്. നേരിട്ട് ഈ അപകടത്തിൽ പരിക്കേറ്റ 6 പേർക്കാണ് ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുള്ളത്. അതിൽ 4 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. ഇവരുടെ അപകട നില തരണം ചെയ്തതായിട്ടാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ബാക്കിയുള്ളവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. കാരണം ഇവരെല്ലാം ഈ അപകടം നടന്ന സ്ഥലത്തിന് സമീപത്തുണ്ടായിരുന്നവരാണ്. പലരും ഈ അടുത്തുള്ള വീടുകളിലുമൊക്കെ ഉണ്ടായിരുന്നവർ. ഈ ഗ്ലാസുകൾ പൊട്ടിത്തെറിച്ചും അതുപോലെ തന്നെ ഈ ശബ്ദത്തിന്റെ ഈ പ്രകമ്പനത്തിന്റെ ആഘാതത്തിലുമൊക്കെ പരിക്കേറ്റവരാണ്. ചിലരൊക്കെ നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ ചെന്ന സമയത്ത് ചില പ്രായമായ ആളുകൾ ഒക്കെ ഈ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിരുന്നു. ഇവരൊക്കെ തന്നെ ഈ പ്രകമ്പനത്തിന്റെ ഭാഗമായിട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരൊക്കെയാണ്. അവർ അതിന്റെ ഭാഗമായിട്ട് ചികിത്സ തേടി ഈ ആശുപത്രിയിൽ എത്തിയതാണ്. മൊത്തം അങ്ങനെ 25 പേരാണ് ഉള്ളത്. ഈ വിഷ്ണുവിനെ നേരിട്ട് ഈ മരിച്ച വിഷ്ണു ഈ ഡ്രൈവറായിരുന്നു, ഈ ട്രാവലറിന്റെ ഡ്രൈവറായിരുന്നു. ഈ സാധനങ്ങൾ ഇറക്കാൻ സഹായിച്ചപ്പോഴാണ് അപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അങ്ങനെയാണ് ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു മരിച്ചത്. ഈ പുതിയകാവ് ക്ഷേത്രം സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉത്സവകാലം നമുക്ക് ഇനിയിപ്പോൾ ഈ 2024 ഉത്സവകാലം തുടങ്ങുകയായി. ഈ എറണാകുളം ജില്ലയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട വെടിക്കെട്ട് നടക്കുന്നത് ഈ പുതിയകാവ് ക്ഷേത്രത്തിലാണ്. ഇതാണ് ഇന്നലെയും ഇന്നുമായിട്ട് നടക്കാൻ നിശ്ചയിച്ചിരുന്നത്. അതായത് ഇന്നലെ തെക്കും ഒരു ഭാഗത്തിൻ്റെ ഒരു കരയോഗത്തിൻ്റെ വെടിക്കെട്ട് നടന്നു. ഇന്ന് രണ്ടാമത്തെ കരയോഗത്തിൻ്റെ വെടിക്കെട്ട് നടത്താനായി എത്തിച്ചിരുന്ന വെടിമരുന്നാണ് ഈ പൊട്ടിത്തെറിച്ചത്. എന്തായാലും ഈ എറണാകുളം ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉത്സവം കൂടിയാണ് ഈ പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവം. ഇനി വരാനിരിക്കുന്നത് മരട് ക്ഷേത്രത്തിലെ വെടിക്കെട്ടാണ്. കാലാകാലങ്ങളായി ഈ ക്ഷേത്രത്തിലെ ഒരു പരമ്പരാഗത രീതിയാണ് ഇങ്ങനെ മത്സര വെടിക്കെട്ട്. എന്തായാലും 25 പേർ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ മരിച്ചു. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ബാക്കി എല്ലാവരും അപകടനില തരണം ചെയ്തതായിട്ട് DMO അറിയിച്ചു. ഇനി DMO മറ്റൊരു കാര്യം കൂടി അറിയിച്ചു. കാരണം ഇങ്ങനെ വലിയൊരു വെടിക്കെട്ട് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് പല ആളുകൾക്കും കൗൺസിലിംഗ് ആവശ്യമായിട്ടുണ്ട്. കാരണം അത്രയധികം ആഘാതമാണ് ഈ വെടിക്കെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ അടുത്തുള്ള വീടുകളുടെയൊക്കെ മേൽക്കൂര പോലും തെറിച്ചുപോയി. ഈ ഇവരുടെയൊക്കെ ശരീരാവശിഷ്ടങ്ങൾ പോലും പല ഭാഗത്തും തെറിച്ചുപോയി. ഇത് കണ്ടുകൊണ്ടിരുന്നവർക്ക് പോലും കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് തുടങ്ങിയതായിട്ട് അറിയിച്ചു. ഇവിടുത്തെ രക്ഷാപ്രവർത്തനം, അവിടുത്തെ സാധനങ്ങളെല്ലാം ഒതുക്കിയ ശേഷം പൂർണ്ണമായി അവിടുത്തെ ആ സ്ഥലം വൃത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇനി നാളെ മുതൽ ആരോഗ്യവകുപ്പ് ഇവരെല്ലാം നേരിട്ട് കണ്ട് കൗൺസിലിംഗ് നടത്തുക. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ശരി, അജീഷ് ജയകുമാറാണ് പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ നൽകിയത്. പുതിയകാവ് ക്ഷേത്രത്തിലെ ഈ കരിമരുന്നിൻ്റെ കരാറെടുത്ത ഉടമസ്ഥൻ്റെ സ്ഥലം ഇപ്പോൾ പോലീസ് പരിശോധിച്ചു. ഗോഡൌൺ പോലീസ് പരിശോധിച്ചു. അതിൻ്റെ വിശദാംശങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, എന്താണ് ഈ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയത്? വേണു, തൃപ്പൂണിത്തുറയിലെ
ുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും പരിശോധന നടത്തുന്നത്. ഈ പടക്ക നിർമ്മാണത്തിനുൾപ്പെടെ കരാറെടുത്ത ഈ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ ആദർശിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോഡൌൺ ആണ്. പടക്ക നിർമ്മാണ വസ്തുക്കൾ ഒപ്പം പടക്കങ്ങളൊക്കെ തന്നെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു വീടാണ്. ഇവിടെയാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ പരിശോധനയിൽ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഒപ്പം വലിയ പടക്കങ്ങളടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പടക്ക നിർമ്മാണം അടക്കം നടക്കുന്ന ഒരു സ്ഥലം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ ആദർശുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ തൃപ്പൂണിത്തുറ ഈ സ്ഫോടനത്തിൽ ആദർശിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 60% പൊള്ളലേറ്റു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അവിടുന്ന് ലഭിച്ച കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പോത്തൻകോട് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ ഇത്തരത്തിൽ പടക്ക നിർമ്മാണം നടത്താനടക്കം ലൈസൻസ് ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട അനുമതി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ പോലീസ് ഈ വീട്ടിലെത്തുമ്പോഴൊക്കെ തന്നെ ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ പല ഭാഗങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒപ്പം ഈ പടക്കം ഒപ്പം ചില ഗുണ്ടുകളടക്കം ഈ സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഒപ്പം ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവും ചെറിയ അളവിൽ കഞ്ചാവ് അടക്കം പോലീസ് ഇതിനോടകം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് പിടിച്ച ഈ പടക്കം ഒപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗോഡൌണിന് ഇത്തരത്തിൽ ഈ പടക്കം നിർമ്മിക്കാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അനുമതി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിച്ച് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പോലീസ് എത്തുമ്പോൾ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന പടക്കം മറ്റ് അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റി എന്നുള്ള ഒരു സംശയവും നിലവിൽ പോലീസിനുണ്ട്. എന്തായാലും ഈ ഗോഡൌണുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ പരിശോധന ഇപ്പോൾ പോത്തൻകോട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുക. ഈ അപകടത്തിൽ മരിച്ചതും തിരുവനന്തപുരം സ്വദേശിയാണ്. ഉള്ളൂർ സ്വദേശിയായ വിഷ്ണുവാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഇതിൽ കരാറെടുത്ത ആദർശ് എന്ന് പറയുന്ന വ്യക്തിയും ഇപ്പോൾ ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ആദർശ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്ന ഒരു ഗോഡൌണിലാണ് നിലവിൽ പോലീസ് പരിശോധന നടത്തുകയും ചില അസംസ്കൃത വസ്തുക്കൾ പടക്കം അടക്കം ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. വേണു, പ്രതീക്ഷ, ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ലൈസൻസോടെ ആണോ അല്ലയോ പ്രവർത്തിക്കുന്നതെന്നൊക്കെ വേഗം പോലീസിന് ഉറപ്പുവരുത്താവുന്നതല്ലേ ഉള്ളൂ. അതിന്റെ വിവരങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും വേണു. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു ഗോഡൌണുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം പോത്തൻകോട് പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ പെട്ടെന്നാരും തന്നെ ശ്രദ്ധിക്കാത്ത ഒരു പ്രദേശം കൂടിയാണ് പോത്തൻകോട് മടവൂർപ്പാറ ശിവക്ഷേത്രത്തിന് പ്രതീക്ഷയിലേക്ക് അടക്കം വരാം.